അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ടു ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ലെറ്റർ, ലോവർ കേസ് ലെറ്റർ, ഡിജിറ്റ് ഓർ അതർ ക്യാരക്ടേഴ്സ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് ഇഫ് എൽസ് ലാഡർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. ഇനി ഇഫ് എൽസ് ലാഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏണിയില്ലേ, ഏണിക്ക് കുറേ സ്റ്റെപ്പുകളുണ്ട്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇങ്ങനെ താഴത്തോട്ട് എഴുതി പോകും. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ലാഡർ പോലെ ഇരിക്കും. അതിനെയാണ് നമ്മൾ ഇഫ് എൽസ് ലാഡർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ വേറൊരു വെറൈറ്റി ആണ് ഇഫ് എൽസ് ലാഡർ. സോ ഈ ക്വസ്റ്റിന് എന്തിനു വേണ്ടി ഇഫ് എൽസ് ലാഡർ യൂസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് നോക്കിയേ. ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണോ, അല്ലെങ്കിൽ ലോവർ കേസ് ആണോ, അല്ലെങ്കിൽ ഡിജിറ്റ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ആണോ. സോ ഇത്രയും അല്ലെങ്കിൽ വരുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഇഫ് എൽസ് ലാഡർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് എൽസ് ലാഡറിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ് എൽസ് ഇഫ്. ഓക്കെ, ഇഫും എൽസിന്റെ ഇടയ്ക്കായിട്ട് നമ്മളിങ്ങനെ എൽസിഫ് എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഡയറക്റ്റ് പ്രോഗ്രാം ചെയ്ത് ബാക്കിയുള്ളതെല്ലാം അതിനകത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് മെയിനായിട്ട് എഴുതേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ, എന്നിട്ട് ബ്രേസസ് തുറന്നിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ നമ്മൾ ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റ ടൈപ്പ് ക്യാർ ആയിരിക്കും, ഇൻറ്റും ഫ്ലോട്ടും ഒന്നും ആയിരിക്കത്തില്ല. ഓക്കെ, സോ ക്യാർ CH എന്ന് കൊടുക്കാം. CHന് പകരം എനിക്ക് ക്യാരക്ടർ എന്ന് തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള വേർഡ് കൊടുക്കാം അവിടെ. സോ ക്യാർ CH എന്ന് തന്നെ ഞാൻ കൊടുക്കുവാണ്, സെമിക്കോളൻ. എന്നിട്ട് ഞാൻ അടുത്ത ലൈനിൽ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് ലൈനിൽ ഡിക്ലറേഷൻ ആണെങ്കിൽ അടുത്ത ലൈനിൽ ആസ്കിങ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു അല്ലേ, ചോദിക്കണം. നമ്മുടെ യൂസറിൻ്റെ അടുത്ത് ക്യാരക്ടർ ടൈപ്പ് ചെയ്ത് താന്ന് ചോദിക്കണം. സോ അടുത്ത ലൈനകത്ത് ഞാൻ സി ഔട്ട് ആരോ കീസ് സ്ട്രിങ്ങിനകത്ത് എൻ്റർ എ ക്യാരക്ടർ എന്നിട്ട് സെമിക്കോളൻ. അടുത്ത ലൈനകത്ത് എനിക്ക് ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യണം, എന്നിട്ട് സ്റ്റോർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് സി ഇൻ എന്നിട്ടിട്ട് ആരോ കീസ് CH സെമിക്കോളൻ. ഈ ലൈനിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടർ CHൽ പോയി സ്റ്റോർ ആകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്രോഗ്രാമിലെല്ലാം ചെയ്ത് ഇങ്ങനെ തറവായി വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി ഈ പ്രോഗ്രാമിൽ വരുന്ന വേരിയേഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇഫ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വരും, ഒരു കണ്ടീഷൻ വരും അല്ലേ. സോ നമ്മൾ ബ്രാക്കറ്റ് തുറക്കണം. എന്നിട്ട് ഞാൻ അതിനകത്ത് ഇങ്ങനെ എഴുതുവാണ് CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A, ക്യാപിറ്റൽ A. അത് സ്ട്രിങ്ങിനകത്തായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആൻഡിൻ്റെ 2 സിമ്പിൾ ഇടുക. സോ ഇതെന്തുവാന്ന് ഞാനിപ്പോൾ പറയാം. അത് കഴിഞ്ഞിട്ട് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ Z, അതും സ്ട്രിങ്ങിനകത്ത് തന്നെ നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്ത ലൈനിൽ നമ്മളൊരു ഇൻഡൻറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു 5 സ്പേസ് വിട്ടിട്ട് നമ്മളിങ്ങനെ എഴുതുവാണ് സി ഔട്ട് ആരോ കീസ്. അപ്പോൾ ക്യാപിറ്റൽ Aയും ക്യാപിറ്റൽ Zഉം ഒക്കെയാണ്. സോ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടേണ്ടത്? അപ്പർ കേസ് ലെറ്റർ ആണ് കിട്ടണം അല്ലേ. അതുകൊണ്ടിട്ട് ഞാൻ സ്ട്രിങ്ങിനകത്ത് അപ്പർ കേസ് ലെറ്റർ എന്ന് എഴുതുവാണ്, സെമിക്കോളൻ. അപ്പോൾ എനിക്ക് ഇഫിൻ്റെ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എനിക്ക് ഈ സി ഔട്ട് കിട്ടും. ക്ലിയർ ആണോ? ഇനി കണ്ടീഷൻ എന്തുവാന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ഇവിടെ 2 ആൻഡ് വന്നിട്ടുണ്ട്. അതിനാണ് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത്. ലോജിക്കൽ ആൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പുറത്തെയും കണ്ടീഷൻസ് രണ്ടും ട്രൂ ആണെങ്കിൽ എനിക്ക് അടിയിലത്തെ ഔട്ട്പുട്ട് കിട്ടും. സി ഔട്ട് അപ്പർ കേസ് ലെറ്റർ ആണെന്ന് കിട്ടും. ഇനി അത് രണ്ടും ട്രൂ ആകുന്നത് എങ്ങനെയാ? ഇപ്പൊ CH എന്ന് പറയുന്നത് ക്യാപിറ്റൽ E ആണെന്ന് വെച്ചോ. അപ്പൊ E ആണെങ്കിൽ E എന്തായാലും എന്തുവാണ്, എക്കാട്ടും വലുതാണ് അല്ലേ. ഇനി അടുത്ത കണ്ടീഷൻ നോക്കിയേ, CH ചെറുതാണ് ഇസഡിനെക്കാട്ടും. സോ ഇസഡിനെക്കാട്ടും എപ്പോഴും എന്തായിരിക്കും, ചെറുതുമായിരിക്കും അല്ലേ E എന്ന് പറയുന്നത്. അങ്ങനെ ഈ 2 കണ്ടീഷൻ ട്രൂവും ക്യാപിറ്റൽ ലെറ്ററും കൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അപ്പർ കേസ് ലെറ്റർ ആണെന്ന് കിട്ടും. സോ അതാണ് ഫസ്റ്റ് ഇഫിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ അടുത്ത കണ്ടീഷൻ നമ്മൾ എന്ത്, എൽസ് ഇഫ്. ഇത് അല്ലെങ്കിൽ ഓക്കെ. സോ എൽസ് ഇഫ് കണ്ടീഷൻ ആണെങ്കിൽ എന്തുവാ, ബ്രാക്കറ്റ് ഉണ്ടാവും. സോ ആ പാരാന്തസിസിനകത്ത് നമ്മൾ എഴുതേണ്ടത് എന്തുവാ, CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ a ലോജിക്കൽ ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ z. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കണ്ടീഷനാണ്. സ്മോൾ ആണെങ്കിൽ, സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്തുവാ, സി ഔട്ട് ആരോ കീസ് സ്ട്രിങ്ങിനകത്ത് ലോവർ കേസ് ലെറ്റർ സെമിക്കോളൻ. സോ ഇവിടെ എന്തുവാ, സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്തുമായിരിക്കണം, ലോവർ കേസ് ലെറ്റർ ആയിരിക്കണം എന്നാണ്. സോ അതുകൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മനസ്സിലായോ? അടുത്ത കണ്ടീഷനകത്ത് സെയിം തന്നെ, ഇത് തന്നെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. സെയിം തന്നെ നമ്പേഴ്സ് ആണെങ്കിൽ. ഓക്കെ, സോ എൽസ് ഇഫ് CH എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. 0 to 9
വരെ അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ആണെങ്കിൽ അത് ഡിജിറ്റ് ആയിരിക്കും. സോ സി ഔട്ട് ഡിജിറ്റ് സെമിക്കോളൻ. അടുത്ത കണ്ടീഷനകത്ത് ഇനി നമുക്ക് കണ്ടീഷനൊന്നുമില്ല. ഈ ഒരു കേസും അല്ലെങ്കിൽ നമുക്ക് ഇനി എന്ത് ടൈപ്പ് ചെയ്താലും നമുക്ക് കിട്ടേണ്ടത് അതർ ക്യാരക്ടേഴ്സ് എന്നാണ്. സോ അതുകൊണ്ടിട്ട് നമ്മൾ എൽസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇട്ടാൽ മതി. സോ എൽസ് എന്ന് പറഞ്ഞ് ചുമ്മാ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അടിയിലോട്ട് ഇൻറ്റൻറ്റേഷൻ ഇട്ടിട്ട് എഴുതുവാണ് സി ഔട്ട് ആരോ കീസ് അതർ ക്യാരക്ടർ. അതിനൊരു കണ്ടീഷനും ഇല്ല. ഓക്കെ, ഇത്രയും കേസസ് അല്ലെങ്കിൽ കിട്ടേണ്ടത് എന്തുമായിരിക്കും? അതർ ക്യാരക്ടർ എന്ന് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിട്ടേൺ 0. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം നമ്മുടെ ബ്രേസസ് ക്ലോസ് ചെയ്യാം. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. കറക്റ്റ് ആണോ നോക്കട്ടെ. നോക്കിയേ, എൻ്റർ എ ക്യാരക്ടർ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ ഇ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടി അപ്പർ കേസ് ലെറ്റർ. സോ നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു നമ്പർ ഇട്ട് കൊടുക്കാം. സോ ഒരു 7 ഇട്ട് കൊടുക്കാം. ഓക്കെ, നോക്കിയേ, നമുക്ക് ഡിജിറ്റാന്ന് കിട്ടി. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം. സോ സ്മോൾ ഐ ഇട്ട് കൊടുക്കാം. നോക്കിയേ, നമുക്ക് ലോവർ കേസ് ലെറ്റർ ആണ് കിട്ടി. ഓക്കെ, ഇനി ഇതൊന്നുമല്ല, നമുക്ക് വേറൊരു സിമ്പിൾ ഇട്ട് കൊടുക്കാം. ഒരു #ടാഗ് കൊടുക്കാം. സോ # ഇട്ട് കൊടുത്തു. നോക്കിയേ, അതർ ക്യാരക്ടർ ആണെന്ന് കിട്ടി. സോ നമ്മുടെ ഈ പ്രോഗ്രാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കൊണ്ട് നമ്മുടെ ഇഫ് എൽസ് ലാഡർ ക്വസ്റ്റ്യൻ തീരുവാണ്. ഇതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.